സൈലത്തിൽ ജെഇ ഫ്രീ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഡേ 1 തൊട്ട് തന്നെ അഡ്വാൻസ് ലെവലിൽ പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സൈലത്തിന്റെ സൂപ്പർ 30 എന്ന് പറഞ്ഞ ബാച്ച് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. അതായത് സൂപ്പർ 30 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ ഏറ്റവും ഹൈ ലെവലിൽ തന്നെ ആദ്യത്തെ ദിവസം തൊട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് എല്ലാ സ്റ്റുഡൻസിനെയും നമ്മൾ ഡെഫിനറ്റ്ലി ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടല്ലേ 100% ഗ്യാരണ്ടിയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു ബാച്ചും കൂടിയാണ് ഈ പറയുന്ന സൂപ്പർ 30. ഇത് ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ അത്രയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതിലുള്ള എല്ലാവരും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ NIT IIT ഉറപ്പിച്ചിട്ടുള്ളവരാണ് 100%. അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് സൂപ്പർ 30 എന്ന് പറയുന്നത് സാർ അല്ലേ? ഡേ 1 തൊട്ട് തന്നെ അല്ലേ? ഡേ 1 ഓൺവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് ക്ലാസ്സുകൾ. അതെ. അപ്പൊ ഇത് ശരിക്കും ഓൾറെഡി ഇപ്രാവശ്യം ജെഇഒക്കെ എഴുതിയിട്ട് ചെറിയൊരു മാർക്കിന്, അതായത് വെരി സ്മോൾ പെർസെന്റേജിലൊക്കെ ജസ്റ്റ് മിസ്സായവര്, അല്ലെങ്കിൽ ഓൾറെഡി നല്ല പെർസെന്റേജ് കിട്ടിയിട്ട് അത് ഗിവ് അപ്പ് ചെയ്തിട്ട് IIT ടോപ്പ് റാങ്കിൽ തന്നെ എത്തണം, IIT ടോപ്പ് ബ്രാഞ്ച് തന്നെ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എവറി ഡേ 1 ഓൺവേർഡ്സ് അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകൾ തന്നെ കൊടുക്കുന്നു. ഡെഫിനറ്റ്ലി 3 മാസം കൊണ്ട് നമ്മൾ സിലബസ് തീർക്കും. അതായത് നിങ്ങൾക്ക് 6 months ആണ് ഫേസ് 1 മുമ്പുള്ളത്. 3 months കൊണ്ട് നമ്മൾ ജെഇ മെയിൻ അഡ്വാൻസ് ലെവലിൽ സിലബസ് തീർത്തിട്ട് നിങ്ങൾക്ക് മാക്സിമം എക്സാംസ് നൽകി ജെഇ മെയിനിൽ 99% പ്ലസ് എന്ത് ചെയ്യുക, സ്കോർ ചെയ്തിട്ട് പിന്നെ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻസും മാത്രം, എക്സാംസും ഈ പറയുന്ന ഡിസ്കഷൻസും മാത്രമാക്കി മുമ്പോട്ട് പോയിട്ട് അഡ്വാൻസ് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ബാച്ചിന്റെ. എല്ലാവരും IIT-ലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക. അത് ടോപ്പ് റാങ്കോടുകൂടി IIT-ലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങൾക്ക് ചേരാൻ വേണ്ടി അല്ലേ സാർ നമ്മളൊരു ക്രൈറ്റീരിയ വെക്കുന്നുണ്ട്. ആ ക്രൈറ്റീരിയ ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക. എന്താണ് സാർ ക്രൈറ്റീരിയ? 95% ഉള്ളവർക്ക് ഇത് എന്താണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഇത് നമ്മൾ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ കുറച്ചൊക്കെ പഠിച്ച് ചെറിയ ചെറിയ ഗ്യാപ്പുകളുള്ള ആളുകൾക്ക് അവരൊരു ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ഡേ 1 ഓൺവേർഡ്സ് തന്നെ അഡ്വാൻസ് ലെവലുള്ള പ്രിപ്പറേഷൻ ആവും തുടങ്ങുന്നുണ്ടാവുക. അഡ്വാൻസും മെയിനും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സിലബസിലുണ്ടെങ്കിലും നമ്മൾ ഫുള്ള് അഡ്വാൻസ് ലെവൽ സിലബസ് തന്നെ ആദ്യത്തെ 3 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യുകയും പിന്നെ അതിനുശേഷം റിഗറസ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങും അതേപോലെ തന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യാം. അപ്പോൾ 30 സീറ്റ്സ് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ ഒരുപാട് കുട്ടികളെ എന്തായാലും എടുക്കില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. 100% നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, ഗ്യാരണ്ടി തരികയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, IITs-ലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു ബാച്ച് ആയിരിക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ അഡ്വാൻസ് ക്ലാസ്സസ്, ഈവൻ ഇത്തവണ നമ്മൾ കോട്ട ഫാക്കൽറ്റീസിനെ പോലും ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കോട്ടയിൽ നിന്ന് ഫാക്കൽറ്റീസ് വരാൻ വേണ്ടി പോവുകയാണ് സൂപ്പർ 30 ബാച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി. അവർ അഡ്വാൻസ് ക്ലാസ്സസ് എടുക്കാൻ വേണ്ടി അവരും നമ്മുടെ നാഷണൽ ലെവൽ ഫാക്കൽറ്റീസിനോടൊപ്പം തന്നെ കോട്ട ഫാക്കൽറ്റീസും കൂടെ ഒരുമിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, അഡ്വാൻസ് ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി പോവാണ്. അപ്പൊ അഡ്വാൻസ് പാസ്സായി IIT-യിൽ ക്രാക്ക് ചെയ്ത് IIT-യിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള കോൺടാക്റ്റിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അത് വെരിഫിക്കേഷൻസും ഇന്റർവ്യൂവും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ നമ്മൾ നൽകുന്നതായിരിക്കും. ഏറ്റവും ക്രീം സ്റ്റുഡൻസിനോടൊപ്പം ഇരുന്ന് നിങ്ങൾക്ക് IIT ഉറപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ ബാച്ച് നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് അല്ലേ സാർ? അതെ, ഇപ്രാവശ്യം നമ്മളത് കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇപ്രാവശ്യം ജെഇ അഡ്വാൻസ് നേരത്തെയാണ്. 18 അതെ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ബാച്ച് നേരത്തെ തുടങ്ങുകയാണ്. ആൻഡ് this is going to be an offer that you cannot refuse. Yes, definitely. അപ്പോൾ മെയ് 20 തന്നെ നമ്മൾ ബാച്ച് ആരംഭിച്ച് മുമ്പോട്ട് പോകും. എല്ലാവരും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. ഇങ്ങ് കയറി പോരും, ഒരുമിച്ച് നമുക്ക് തകർത്ത് പഠിച്ച് മുമ്പോട്ട് പോകാം. All the best.